കൂട്ടുപലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 5 വർഷം കൊണ്ട് 2 മടങ്ങാകുന്നു. ഇതേ നിരക്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം, കൂട്ടുപലിശ പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം A = P × 1 + R/100 ഇതിൽ P നമ്മൾ നിക്ഷേപിക്കുന്ന തുക, R പലിശ നിരക്ക്, N വർഷങ്ങളുടെ എണ്ണം, A പലിശ അടക്കം മുതൽ, അതായത് ബാങ്കിൽ നമ്മൾ എത്ര പൈസ ഇട്ടുവോ അതിൻ്റെ കൂടെ ബാങ്ക് തരുന്ന പലിശയും കൂടി ചേർത്തതാണ് A എമൗണ്ട്. P പ്രിൻസിപ്പൽ, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N നമ്പർ ഓഫ് ഇയേഴ്സ്. നമുക്കിതിൽ വില കൊടുക്കുമ്പോൾ ആദ്യം പറയണത് നിക്ഷേപിച്ച തുക 5 വർഷം കൊണ്ട് 2 മടങ്ങാകും. അതായത് നിക്ഷേപിച്ച തുക 2 മടങ്ങാകുക. അപ്പോൾ നിക്ഷേപ തുക P എന്നെടുത്താൽ അത് 2 മടങ്ങാകും പറഞ്ഞാൽ അപ്പോൾ എക്ക് പകരം നമ്മൾ 2P എന്ന് എഴുതുക. നിക്ഷേപ തുക P എന്നെടുത്തു നമ്മൾ, അത് 5 കൊല്ലം കഴിയുമ്പോൾ 2 മടങ്ങാകും പറയുമ്പോൾ ഈ തുക എത്രയാവും? ഈ തുകയ്ക്ക് പകരം നമ്മൾ 2P എന്ന് എഴുതുക. അപ്പോൾ 2P = P × 1 + R/100 5 5 വർഷം. ഈ ഇക്വേഷനിൽ നമുക്ക് ഇവിടെ 2 × എന്നാണ്, അതുപോലെ P × എന്നാണ്. അതുകൊണ്ട് നമുക്ക് P വെട്ടിക്കളയാം. ഇരുവശത്ത് P വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 2 = 1 + R/100 5. അതൊരു ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത രണ്ടാമത്തെ നോക്കുക. ഇതേ നിരക്കിൽ 8 മടങ്ങാക്കാൻ വീണ്ടും അതേ സൂത്രവാക്യത്തിൽ നമ്മൾ വില കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 8P എഴുതണം, കാരണം 8 മടങ്ങാവുകയാണ്. അപ്പോൾ ഇവിടെ P നട്ടാൽ ഇവിടെ 8P. 1 + R/100 N. ഈ N ആണ് കാണേണ്ടത്. 8 മടങ്ങാൻ എത്ര വർഷം? അപ്പോൾ N കാണണം. മുമ്പ് ചെയ്ത പോലെ ഇതിൽ ഇരുവശത്തും P നമുക്ക് വെട്ടിക്കളയാം. ബാക്കി 8 = 1 + R/100 N. ഈ 8 എന്നുള്ളത് 2³ ആണ്, നമുക്കറിയാം. 8 എന്നുള്ളത് 2³. ഇപ്പോൾ 2³ = 1 + R/100 N. നമുക്ക് ഇവിടെ ഈ സമവാക്യത്തിൽ എന്താണ്? 2 = 1 + R/100 5. അപ്പോൾ ഈ 2ന് പകരം ഈ വില എഴുതാം. 2ന് പകരം എന്തെഴുതാം? 1 + R/100 5. അപ്പോൾ ഈ 2³ 2ന് പകരം നമ്മളത് എഴുതുകയാണ്. 2ന് പകരം എന്തെഴുതി? 1 + R/100 5 എന്നിട്ടു. ഈ 2ന് പകരം 1 + R/100 5. ഇനി ആ 2³ കൃതി 3 മുകളിൽ ഇടണം. = 1 + R/100 N. ഇങ്ങനെ വന്നാൽ നമുക്കറിയാം 2 കൃതി വരുമ്പോൾ 2 കൃതിയും കൂടി ഗുണിക്കണം. അതായത് M N, M × N കൃതികൾ നമ്മൾ ഗുണിക്കണം. അപ്പോൾ 1 + R/100 I3 15 1 + R/100 N. ഇപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ്റെ ഇരുവശത്തും പാദങ്ങൾ തുല്യം, ബേസ് ഈക്വലാണ്. ഒരു ഇക്വേഷനിൽ ബേസ് ഈക്വൽ ആണെങ്കിൽ എക്സ്പോണൻസും ഈക്വൽ ആവും. ഇവിടുത്തെ എക്സ്പോണൻറ്റ് 15, ഇവിടുത്തെ എക്സ്പോണൻറ്റ് N. അപ്പോൾ നമുക്ക് Nൻ്റെ വില കിട്ടി 15.